കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ യാത്രകളൊക്കെ വളരെ കുറവാണ്. എന്നാൽ പിന്നെ ഈ വരുന്ന ജൂലൈയിൽ നമുക്കൊരു ചെറിയൊരു യാത്ര പോയിട്ട് വരാം. നമുക്ക് ടിക്കറ്റ്സ് എടുക്കാനായി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. രാവിലെ തുടങ്ങിയ മഴയാണേ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയൊന്ന് കുറഞ്ഞു കിട്ടാനായി നമ്മൾ രണ്ടുപേരും കാറിൻ്റെ ഉള്ളിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണേ. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. തൽക്കാലം നമ്മുടെ കയ്യിലിരിക്കുന്ന കുടയെടുത്ത് നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വിടാം. കയ്യിൽ ഒരു കുട ഉണ്ടെന്നേ ഉള്ളൂ, നല്ല അന്തസ്സായിട്ട് ആ മഴ മുഴുവനും നനഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിലെത്തി ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് അവസാനം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പെരുമഴയത്ത് സിറ്റി വരെ ഒന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഡിന്നറും കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. മഴ നല്ല തകർത്ത് പെയ്യുന്നത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ തട്ടുകടകളൊക്കെ ഒഴിവാക്കി നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങൾ കരമനയുള്ള അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. ആദ്യം നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് പതുക്കെ പതുക്കെ ഇവിടുത്തെ ഇന്റീരിയറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. കുറച്ചു നാൾക്ക് മുന്നേ വന്നപ്പോൾ കണ്ട റെസ്റ്റോറൻറ്റേ അല്ല, ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് തന്നെ ഈ റെസ്റ്റോറൻറ്റിന് സംഭവിച്ചിട്ടുണ്ട്. ഇന്റീരിയർ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം 2 പ്ലേറ്റ്സ് എത്തി, അതിനുശേഷം 2 വാഴയിലയും കൂടെ എത്തി. അധികം വൈകാതെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും എത്തി. ഭക്ഷണത്തിൻ്റെ ചൂട് കുറയുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും ഒരു അടിപൊളി ഡിന്നർ കഴിച്ചിട്ട് വരാം. വീട്ടിലെത്തുന്നതിന് മുന്നേ നമുക്ക് നേരെ പോത്തീസിലേക്ക് പോകാനുണ്ട്. വീട്ടിലിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം വാങ്ങാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സമ്മതം ഇല്ലാതെ നമ്മുടെ വീട്ടിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്നുണ്ട്. അവർ താനേ തന്നെ കൂടും കുടുക്കയായിട്ട് പോകും എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഓരോ ദിവസവും ഇവരുടെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇതൊന്ന് കാര്യമായിട്ട് തന്നെ പരീക്ഷിച്ച് നോക്കാം.